Good morning, everyone. Today we can discuss about an introduction to technical analysis. So we have already seen that the security analysis or the investment analysis is broadly classified into fundamental analysis and technical analysis. So fundamental analysis is purely based on the fundamental financial status of a company. But the technical analysis is all related to the price movements of the particular share or stock in the share market. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർ ഇസ് ലോട്ട്സ് ഓഫ് കാൽക്കുലേഷൻ ആൻഡ് ഓൾ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ ഡാറ്റാസ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് റേഷ്യോസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. And it is totally based on the true value or the intrinsic value of the particular share. അതേസമയം ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെയുള്ളതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ടെക്നിക്കൽ അനലിസ്റ്റ് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദി പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദി പർട്ടിക്കുലർ ഷെയർ ഓർ സ്റ്റോക്ക് ഇൻ ദ മാർക്കറ്റ്. ആ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് അത് ചാർട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ടെക്നിക്കൽ അനലിസ്റ്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുന്നത്. So now we can discuss about the technical analysis, and it is based on the doctrine given by Charles H. Dow in 1884. ചാൾസ് എച്ച് ഡൗ, അദ്ദേഹത്തിൻ്റെ ഡൗ തിയറി എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ചാൾസ് എച്ച് ഡൗവിൻ്റെ ഒരു 1884 ഒരു വാൾ സ്ട്രീറ്റ് ജേണലിൽ ഇറങ്ങിയ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ഡെവലപ്ഡ് ആയത്. ആൻഡ് അനലിസ്റ്റ് യൂസ്ഡ് ചാർട്ട്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആൻഡ് മൂവിങ് ആവറേജസ് ഇൻ 1920s. ഒരു 1920s ഒക്കെ ആയപ്പോഴത്തേനും ഈ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസും അക്സെപ്റ്റൻസും കൂടി വന്നു. കാരണം ഒരു ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് ചാർട്ട് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ബൈ ഓർ സെൽ ഡിസിഷനിലേക്ക്, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് ഒരു 1920s ഒക്കെ ആയപ്പോഴത്തേനും നമ്മളെത്തി. ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നുള്ളത് ഒരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ അനാലിസിസ് ഈസ് എ മീൻസ് ഓഫ് examining and predicting the price movements in the financial market by using the historical price charts and the market statistics. So by using historical price charts and market statistics, ഓൾറെഡി ഉള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പാസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് ചാർട്ടുകളും പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ഒരു ഹിസ്റ്ററിയും അതേപോലെ ഇതുവരെ ഉണ്ടായ മാർക്കറ്റ് സ്റ്റാറ്റിസ്റ്റിക്സും പാസ്റ്റ് ഇൻഫോർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്യുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ടെക്നിക്കൽ അനാലിസിസ്. സോ ഇറ്റ് മീൻസ് എക്സാമിനിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് ദ പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഒരു ഷെയറിൻ്റേത് ഇനി കൂടാൻ സാധ്യതയുണ്ടോ കുറയാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ എക്സാമിൻ ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി ഹിസ്റ്റോറിക്കൽ പ്രൈസ് ചാർട്ട്സ്. പാസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റേത് നമ്മൾ ചാർട്ട് ചെയ്ത് ആ ചാർട്ടിൻ്റെ ബേസിസിലും പാസ്റ്റ് മാർക്കറ്റ് സ്റ്റാറ്റിക്സിൻ്റെയും ബേസിസിലാണ് നമ്മൾ ഈ എക്സാമിനേഷനും പ്രഡിക്ഷൻ ഓഫ് ദി പ്രൈസും ഒക്കെ നടത്തുന്നത്. It is based on the idea that if a trader can identify the previous market patterns, they can form a fairly accurate prediction of the future price trajectories. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അനാലിസിസിൻ്റെ ബേസ് എന്താണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള പാസ്റ്റ് ഡാറ്റ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രീവിയസ് മാർക്കറ്റ് പാറ്റേൺസ്, ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ then definitely an investor can easily make a prediction about the future price trajectories. ഒരു ഷെയറിൻ്റെ മുൻപുള്ള പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്, അതിൻ്റെ പാറ്റേൺ, പ്രൈസ് മൂവ്മെൻറ്റ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ ഷെയറിൻ്റെ ഇനി ഫ്യൂച്ചറിലുള്ള പോക്ക് ഏത് ദിശയിലേക്കായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രെൻഡ് എന്ന് ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസംഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. So it is purely based on the price movement of a particular share.
പ്രൈസ് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ബാലൻസ് ഷീറ്റ് പഠിക്കാനോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാനോ പല പല റേഷ്യോസ് അപ്ലൈ ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഒരു ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സ്, കഴിഞ്ഞ വർഷങ്ങളിലെ പ്രൈസ് മൂവ്മെൻറ്റ്സും ഇപ്പോൾ ഉള്ളതും, അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സും നമ്മൾ പ്രധാനമായിട്ടും ട്രാക്ക് ചെയ്യുന്നൊരു പരിപാടിയാണ് ടെക്നിക്കൽ അനാലിസിസ്. സോ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രൈസ് മൂവ്മെൻറ്റ്സ്. ഇറ്റ് സ്റ്റഡീസ് ദ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഇറ്റ് സ്റ്റഡീസ് ദ റെക്കറിംഗ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ദ പ്രൈസ് മൂവ്മെൻറ്റ്സ്. സാധാരണഗതിയിൽ ഈ ഒരു ഷെയറിൻ്റെ പർട്ടിക്കുലർ പ്രൈസും മറ്റു കാര്യങ്ങളും ഒരു റെക്കറിംഗ് ട്രെൻഡായിട്ട് സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു രീതിയും ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ ഒരു അസംഷനാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് എ ട്രെൻഡ് റിവേഴ്സൽ അറ്റ് ആൻ ഏർലിയർ സ്റ്റേജ് ടു ഫോർമുലേറ്റ് എ ബൈയിങ് ആൻഡ് സെല്ലിംഗ് സ്ട്രാറ്റജി. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ ഒരു പാറ്റേൺ പഴയ ഹിസ്റ്ററിയൊക്കെ വെച്ചിട്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറും അതേപോലെ തന്നെ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റിന് ചേഞ്ച് വരിക എന്നുള്ളത് പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് വളരെ സ്റ്റഡി ആയിട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നൊരു ഹൈക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് സെയിം കൈൻഡ് ഓഫ് റിവേഴ്സൽ ഓർ ട്രെൻഡ് ഹൈക്ക് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ട്രെൻഡ് റിവേഴ്സുകൾ നമ്മൾ നേരത്തെ അസസ് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യുകയും അതിനനുസരിച്ച് നമുക്കൊരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് സ്ട്രാറ്റജി എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഏത് ടെക്നിക്കൽ അനാലിസിസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ് എ ട്രെൻഡ് റിവേഴ്സൽ. ചിലപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് വളരെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പണ്ടത്തെ പ്രീവിയസ് ഡാറ്റ അനുസരിച്ച് 1% വരെ താഴെ പോയി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ദ സെയിം പാറ്റേൺ വിൽ കണ്ടിന്യൂ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പെട്ടെന്നൊരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഒരു അസ്യൂം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വി ആർ ഐഡൻറ്റിഫൈങ് എ ട്രെൻഡ് റിവേഴ്സൽ ഇൻ ദ ഏർലിയർ സ്റ്റേജ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ബൈയിങ് സെല്ലിംഗ് സ്ട്രാറ്റജി നമുക്ക് മാർക്കറ്റിൽ എടുക്കാൻ സാധിക്കും. അതാണ് ടെക്നിക്കൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ അനലിസ്റ്റ് സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ്, വോളിയം ആൻഡ് ഡിമാൻഡ് സപ്ലൈ ഫോർ ഓവറോൾ മാർക്കറ്റ് ആൻഡ് ദി ഇൻഡിവിജ്വൽ സ്റ്റോക്ക്. ഒരു പർട്ടിക്കുലർ ഷെയർ പ്ലേസ് ചെയ്തിരിക്കുന്ന മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള സപ്ലൈ, ഡിമാൻഡും പ്രൈസ് വോളിയവും അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെയും ഇത് പരിശോധിക്കുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു എന്നുള്ളതാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ സപ്ലൈ ഡിമാൻഡ് ഒക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ കൂടുതൽ ഷെയറുകൾ സപ്ലൈ ആയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേര് ഷെയർ സെല്ല് ചെയ്യാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്രൈസ് ഓഫ് ദ ഷെയർ വിൽ ഡിക്രീസ്. അതേസമയം കൂടുതൽ പേര് ബൈ ചെയ്യാനാണ് മാർക്കറ്റിലുള്ളതെങ്കിൽ ഡിമാൻഡാണ് കൂടുന്നതെങ്കിൽ ഒബ്വിയസ്ലി ദ പ്രൈസ് ഓഫ് ദി ഷെയർ വിൽ ഇൻക്രീസ്. പിന്നെ പ്രൈസ് ആൻഡ് വോളിയം, അപ്പോൾ ഈ പ്രൈസ് മൂവ്മെൻറ്റ്സ് അങ്ങനെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് വാച്ച് ചെയ്യണം. അതേപോലെ വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ പറഞ്ഞതുപോലെ ദ നമ്പർ ഓഫ് ഷെയർസ് വിച്ച് ഈസ് ട്രേഡഡ് ഓൺ എ പർട്ടിക്കുലർ പീരിയഡ് എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ എത്ര ഷെയറുകൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പീരിയഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേൽ ആവാം. ഒരു ഇൻട്രാഡേ പീരീഡ് ആകാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേ തന്നെ ആകാം. ആ ഡേയിൽ എത്ര ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത്. സോ അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. ഈ പ്രൈസ്, വോളിയം ഓഫ് ഷെയർസ്, ട്രാൻസാക്ഷൻ നടന്നത്, അതേപോലെ സപ്ലൈ, ഡിമാൻഡ്, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ടെക്നിക്കൽ അനലിസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. It is a method of evaluating security by analyzing statistics generated by പ്രധാനമായിട്ടും മാർക്കറ്റ് ആക്ടിവിറ്റി, പാസ്റ്റ് പ്രൈസസ് ആൻഡ് വോളിയം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാർക്കറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ്, സെല്ലിങ്, അതേപോലെ ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്, ഇതെല്ലാം മാർക്കറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികളെല്ലാം ഒരു ടെക്നിക്കൽ അനലിസ്റ്റ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റ് പ്രൈസസ്, ഡെഫിനറ്റ്ലി പാസ്റ്റ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് പുതിയ പ്രൈസ് മൂവ്മെൻറ്റ്സിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സംഗതി. പിന്നെ വോളിയം, എത്ര നമ്പർ ഓഫ് ഷെയർസ് ഈസ് ട്രാൻസാക്റ്റഡ് ഓൺ എ പർട്ടിക്കുലർ ഡേ ഓഫ് എ പർട്ടിക്കുലർ കമ്പനി, അങ്ങനെയുള്ള സംഗതികളും ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ടെക്നിക്കൽ അനലിസ്റ്റ്. ആൻഡ് ലൈക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ഡു നോട്ട് അറ്റംപ്റ്റ് ടു മെഷർ ദി ഇൻട്രിൻസിക് വാല്യൂ. ഇൻട്രിൻസിക് വാല്യൂവിനെ കുറിച്ചിട്ട് അവർ നോക്കുന്നേ ഇല്ല. ഇൻസ്റ്റഡ് ഇറ്റ് ലുക്ക് ഓൺ ദി പാറ്റേൺസ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ദി ചാർട്ട്സ് ടു ഡിറ്റർമൈൻ ദ ഫ്യൂച്ചർ പെർഫോമൻസ്. നമ്മളെപ്പോഴും ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ ഇൻട്രിൻസിക് വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസിനെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ടെക്നിക്കൽ അനാലിസിസിൽ എന്താണ്, ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേഷനൊന്നുമില്ല.
ആ പാസ്റ്റ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യൂച്ചറിലെ നമ്മൾ പാറ്റേൺസും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത്. ടെക്നിക്കൽ അനാലിസിസ് or technicians of technical analysis believes that security move in a very predictable trends and patterns. പാസ്റ്റിലുണ്ടായ അതേ സംഗതി പോലെ തന്നെ ആ ട്രെൻഡും പാറ്റേണും റിപ്പീറ്റ് ചെയ്യുമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ദ ട്രെൻഡ്സ് കണ്ടിന്യൂ അൺടിൽ സംതിങ് ഹാപ്പൻ ടു ചേഞ്ച് ദ ട്രെൻഡ്. ഒരു പർട്ടിക്കുലർ ട്രെൻഡ് അതേപോലെ തന്നെ ഫോളോ ചെയ്യും. അൺലെസ് സംതിങ് ഹാപ്പൺ, എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യപ്പെടും. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ട്രെൻഡ് മാറാൻ സാധ്യതയുള്ളൂ എന്നാണ് ഒരു ഷെയർ മാർക്കറ്റ് ഒരു ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ അസംഷൻ. അൺടിൽ ദാറ്റ് ചേഞ്ച് ടേക്ക് പ്ലേസ് ദ പ്രൈസ് ലെവൽസ് ആർ പ്രെഡിക്റ്റബിൾ. ആ ചേഞ്ച് ഉണ്ടാവും പ്രൈസ്. നമ്മൾ ഒരു പർട്ടിക്കുലർ പാറ്റേൺ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ച്. ആ പ്രൊഡിക്ഷൻ അനുസരിച്ച് തന്നെ ആ ട്രെൻഡ് എങ്ങനെ മൂവ് ചെയ്യുമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ അസംഷൻ അൺടിൽ എ പർട്ടിക്കുലർ ചേഞ്ച് ഹാപ്പൺ. അപ്പോൾ ഓൾറെഡി ഒരു പ്രൈസ് പാറ്റേൺ ഉണ്ടാവും, ആ പാറ്റേണിൽ തന്നെ ഈ ഷെയറിൻ്റേത് മൂവ് ചെയ്യും എന്നുള്ളതാണ് അസംഷൻ. അല്ലാതെ മറ്റെന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ്ലി ഉണ്ടായിട്ടില്ലെങ്കിൽ അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ ഒരു അസംഷൻ. And most of the analysts agree that the technical analysis is much more effective when combined with fundamental analysis. ഇതിൻ്റെ ഒരു നമുക്കിപ്പം ഫണ്ടമെൻ്റൽ അനാലിസിസിനും അതേപോലെ ടെക്നിക്കൽ അനാലിസിസിനും ക്രിറ്റിസിസംസ് ഉണ്ട്, ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടി ഒരു മിക്സറാണ് ഏറ്റവും ബെറ്ററായിട്ട് ഒരു അനലിസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് വേണ്ടത് എന്നുള്ളതാണ് ഒരു കോമൺ സജഷൻ. There are mainly 3 basic assumptions for technical analysis. The market discounts everything, the market always moves in trend, the history repeats itself. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസിൻ്റെ അസംഷൻസ്. അപ്പോൾ ഈ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു വലിയ ഡിഫക്റ്റാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു വലിയ ഡിഫക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ഓൺലി ചെക്സ് ദ പ്രൈസ് ഓഫ് ദി ഷെയർ. അത് വെച്ചിട്ടാണ് അവരെല്ലാ അസംഷനിലേക്കും എത്തുന്നത്. അപ്പോൾ ആ പ്രൈസ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള എല്ലാം മനസ്സിലാകും എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഒരു കോർ പോയിൻറ്റ്. പിന്നെ എന്തിനാണ് ഈ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത് മുഴുവൻ കണക്കാക്കി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കി ചെയ്യുന്നത് എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതുതന്നെയാണ് ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഓർ ദ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് എന്ന് വേണമെങ്കിലും പറയാം. സോ technical analyst consider fundamental analysis largely unnecessary due to the fact that many of the things that fundamental analysis examine about a security or company are already factored into the price of the security, thereby making technical analysis more important. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ഒരുപാട് റേഷ്യോസും മറ്റു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന പല ഫാക്റ്റുകളും ഇറ്റ് ക്യാൻ ബി റെഡിലി അവൈലബിൾ ഫ്രം ദി പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റി. ആ പ്രൈസ് മാത്രം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ അനലിസ്റ്റിൻ്റെ പോലെ ടെക്നിക്കൽ അനാലിസിസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ പ്രൈസ് മാത്രം ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ദ പ്രൈസ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്, ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ പ്രൈസ് ഓഫ് ദി പർട്ടിക്കുലർ ഷെയർ. അതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ, ദ മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ എ ട്രെൻഡ്. So one of the biggest assumption of technical analysis makes is that the prices follow trends and aren't random. അപ്പോൾ റാൻഡമായിട്ടുള്ള ഒരു സംഗതികളല്ല വരിക, തോന്നുന്ന പോലെയൊന്നും അല്ല ഒരു ട്രെൻഡ് വരിക. എപ്പോഴും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് ട്രെൻഡ് എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇറ്റ് ഫോളോസ് ദ ട്രെൻഡ്. ദ പ്രൈസ് ഓഫ് ദി ഷെയർ വിൽ ഫോളോ ദ ട്രെൻഡ്. അതങ്ങനെ തന്നെ ഫോളോ ചെയ്യും, അല്ലെങ്കിൽ അത് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അൺലെസ് സംതിങ് ഹാപ്പൺ. എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് വരെ ആ ട്രെൻഡ് അതേപോലെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ ദ അനലിസ്റ്റ് ബിലീവ്സ് ദോസ് പ്രൈസസ് മൂവ്സ് ഇൻ ട്രെൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ലൈക്ക് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ഷോർട്ട് ടേം ആയിരിക്കും, ചിലപ്പോൾ മീഡിയം ടേം ആയിരിക്കും, ലോങ് ടേം ആയിരിക്കും. അപ്പോൾ ആ മീഡിയം ടേം ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ട്രെൻഡ് ആണെങ്കിൽ ആ മീഡിയം ടേം ട്രെൻഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും, അത് കഴിഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യപ്പെടും, അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് സെക്കൻഡ് അസംഷൻ. സോ ദ മാർക്കറ്റ് ഓർ ദ പ്രൈസ് ഓൾവേസ് മൂവ്സ് ഇൻ എ പർട്ടിക്കുലർ ട്രെൻഡ്. The last assumption is history repeats itself.
ഇറ്റ് ഈസ് ട്രൂ ടു ദ സ്റ്റോക്ക് മാർക്കറ്റ് ഓൾസോ. അപ്പോൾ വൺ ഓഫ് ദ മേജർ അസംഷൻ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഈസ് ദ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, എസ്പെഷ്യലി വിത്ത് റിഗാർഡ് ടു ദ സെക്യൂരിറ്റി പ്രൈസസ്. അപ്പോൾ സെക്യൂരിറ്റി പ്രൈസസ്, അതിൻ്റെ പ്രൈസ്, ഒരു വില എന്ന് പറയുന്നത്, നമ്മൾ ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ളതാണ് മറ്റൊരു അസംഷൻ. ദ ടെക്നിക്കൽ അനലിസ്റ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് ദ പ്രൈസ് മൂവ്സ് ഇൻ എ സൈക്ലിക്കൽ നേച്ചർ ഓവർ ടൈം, എസ്പെഷ്യലി വെൻ കൺസിഡറിംഗ് മാർക്കറ്റ് ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ ഇമോഷൻസ്. അപ്പോൾ ഒരു പ്രൈസ് ഒരു തവണ ഒന്ന് വില കൂടിയിട്ടുണ്ടെങ്കിൽ കുറയും, പിന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടും. അങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ട്രെൻഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഹിസ്റ്ററി വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ടെക്നിക്കൽ അനാലിസിസിൻ്റെ മറ്റൊരു അസംഷൻ. സോ ദീസ് ആർ ദ മെയിൻ 3 assumptions of technical analysis. The market discounts everything, the market always moves in trend, history repeat itself. Now we can see some of the advantages of technical analysis and disadvantages of technical analysis. അപ്പോൾ advantages of technical analysis, it focuses on price. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ദ പ്രൈസ് ഓർ ദ മാർക്കറ്റ് ഡിസ്കൗണ്ട്സ് എവറിത്തിങ്. ആ പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരു പെർട്ടിക്കുലർ ഷെയറിനെ കുറിച്ചിട്ടുള്ള, ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പ്രൈസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് പല എക്സാമിനേഷൻസും നടത്തി കണ്ടുപിടിക്കുന്ന പല ഫാക്റ്റുകളും വി ക്യാൻ റെഡിലി അവൈലബിൾ ഫ്രം ദി പ്രൈസ് ഓഫ് ദി ഷെയർ. സോ ഇറ്റ് ഫോക്കസ് ഓൺ ദറ്റ് പ്രൈസ് ആൻഡ് ദിസ് പാറ്റേൺസ് ആർ ഈസിലി ഐഡൻറ്റിഫയബിൾ. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദീസ് പാറ്റേൺസ് ആർ ഈസിലി ഐഡൻറ്റിഫയബിൾ. നമുക്ക് പെട്ടെന്ന് ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. അതുപോലെ തന്നെ the charting is quick and inexpensive. There are many softwares which can be used nowadays. We can easily chart it and it is inexpensive too. ആൻഡ് പിക്ചോറിക്കൽ പ്രൈസ് ഹിസ്റ്ററിയാണ്. നമുക്ക് ഒരു പ്രൈസ് ഹിസ്റ്ററി, ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ പിക്ചോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഫോർ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് മെത്തേഡ്. കമ്പയറിംഗ് ടു ദി ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ് ആണ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡ്. സോ ഓൾ ദീസ് ആർ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. സം ഓഫ് ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ഈസ് ഫോക്കസ് ഓൺ ഹിസ്റ്റോറിക്കൽ പ്രൈസ്. സോ അത് ഈ പറഞ്ഞത് തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇറ്റ് ഫോക്കസ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ പ്രൈസ്. വി ഓൾ നോ ദാറ്റ് ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൻ. So we can't predict something which is going to happen in the future based on something what happened in the past. അങ്ങനെയാണ് എപ്പോഴും പറയാറുള്ളത്. പണ്ട് നടന്നതും വെച്ചുകൊണ്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന സംഗതിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ക്രിറ്റിസിസേഴ്സ് പറയുന്ന ഒരു സംഗതി. സോ ഇറ്റ് ഫോക്കസ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ പ്രൈസ്. വി ആർ ഗോയിങ് ടു പ്രെഡിക്റ്റ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. സോ ദർ ഇസ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ഹിസ്റ്റോറിക്കൽ പ്രൈസ്. പിന്നെ ബയസ് ഓഫ് ദി അനലിസ്റ്റ്. പല ടൈപ്പ് ടെക്നിക്കൽ അനലിസ്റ്റുകൾ ഉണ്ടാവും. ഒരു ബുള്ളിഷ് നേച്ചറുള്ള ആളുണ്ടാവും, ചിലപ്പോൾ ബീറിഷ് നേച്ചറുള്ള ആളായിരിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് ട്രെൻഡ് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അയാളുടെ ഒരു അനാലിസിസ് ഒരു ബുള്ളിഷ് നേച്ചറിലാണെങ്കിൽ, ബുള്ളിഷ് നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഓൾവേസ് തിങ്സ് ദാറ്റ് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ബിയറിഷ് നേച്ചറാണെന്ന് പറഞ്ഞിട്ട് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ഡൗൺ. അപ്പോൾ പല ഫാക്ടറുകളും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബുള്ളിഷ് മൈൻഡുള്ള ഒരാളും ബിയറിഷ് മൈൻഡുള്ള 2 ടെക്നിക്കൽ അനലിസ്റ്റാണെന്ന് കരുതിയിട്ട്, നോർമലി ഒരു ബുള്ളിഷ് ട്രെൻഡ് ഉള്ള മാർക്കറ്റിൽ എന്താ സംഭവിക്കുക, നമ്മളുടെ വോളിയം ഓഫ് ഷെയർസ് കൂടുമ്പോൾ നോർമലി പ്രൈസും കൂടും. വോളിയം കുറയുമ്പോൾ പ്രൈസും കുറയും, ബുള്ളിഷ് നേച്ചർ ആണെങ്കിൽ. ബിയറിഷ് നേച്ചർ ആണെങ്കിലോ, വോളിയം ഓഫ് ദി ഷെയർസ് കൂടുമ്പോൾ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഡിക്രീസ് ചെയ്യും. അതേപോലെ വോളിയം കുറയുമ്പോൾ പ്രൈസ് ഓഫ് ദ ഷെയർസ് ഇൻക്രീസ് ചെയ്യും. ഇത് ബിയറിഷ് ട്രെൻഡ്. അപ്പോൾ ഒരേ കാര്യം തന്നെ സംഭവിക്കുമ്പോൾ തന്നെ ബുള്ളിഷ് നേച്ചറുള്ള ബിയറിഷ് നേച്ചറുള്ള അനലിസ്റ്റിനും 2 ഇൻ്റർപ്രിറ്റേഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ബയസ് ഓഫ് ദി അനലിസ്റ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ദാറ്റ് കംസ് ഇൻ ദി ടെക്നിക്കൽ അനാലിസിസ്. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് എ ലേറ്റ് എക്സർസൈസ്. ഈ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ലേറ്റ് എക്സർസൈസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബിക്കോസ് ബൈ ദ ടൈം ദ ട്രെൻഡ് ഈസ് ഐഡൻറ്റിഫൈഡ്, എ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഓഫ് ദി മൂവ് ഹാസ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. After such a large move, the reward to risk ratio is not that much great. നമ്മളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മനസ്സിലാക്കിയൊക്കെ വരുമ്പോഴത്തേനും ഓൾറെഡി ഒരു മേജർ പോർഷൻ ഓഫ് ദി ആ ഒരു ട്രെൻഡിൻ്റേത് ഓൾറെഡി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മളൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ലേറ്റ് എക്സസൈസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ലാക്ക് ഓഫ് യൂണിഫോമിറ്റി. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ആർ മെനി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്സ് യു ഇൻ ദി ടെക്നിക്കൽ അനാലിസിസ് ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ.
അപ്പോൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വൺ ഓഫ് ദി ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വിൽ ഷോ എ ബൈ സിഗ്നൽ ആൻഡ് അനദർ ഇൻഡിക്കേറ്റർ വിൽ ഷോ എ സെൽ സിഗ്നൽ ആൻഡ് ദിസ് കോസസ് എ കൺഫ്യൂഷൻ ഇൻ ട്രേഡിംഗ് ഡിസിഷൻസ്. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് പലതും ഉണ്ട്. ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ചിലപ്പോൾ ബൈ ചെയ്യാനായിരിക്കും പറയുക, മറ്റേത് സെല്ല് ചെയ്യാനായിരിക്കും പറയുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ ഒരു ലാക്ക് ഓഫ് യൂണിഫോമിറ്റി അവിടെ വരാറുണ്ട് ഈ ടെക്നിക്കൽ അനാലിസിസിൽ പലപ്പോഴും. പിന്നെ അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യുറസി ആൻഡ് റിലയബിലിറ്റി. നമ്മൾ ഈ ട്രെൻഡും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ബട്ട് ഇറ്റ് ഡസൻറ്റ് ഗ്യാരണ്ടി എ സക്സസ്ഫുൾ ട്രേഡ് ബിക്കോസ് സ്റ്റോക്ക് മേ ഡിക്രീസ് ആഫ്റ്റർ ദി എൻട്രി, സ്റ്റോക്ക് ക്യാൻ ഓൾസോ റൈസ് ആഫ്റ്റർ ദി എക്സിറ്റ്. ചിലപ്പോൾ നമ്മൾക്ക് ട്രെൻഡ് അനുസരിച്ചൊക്കെയാണ് നമ്മളിത് ഡിസിഷൻസ് എടുക്കുന്നതെങ്കിലും അതൊരു സക്സസ്ഫുൾ ട്രേഡ് ഗ്യാരണ്ടി ഒന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കാം, ചിലപ്പോൾ നമുക്ക് ലാഭം കിട്ടിയെന്നും വരാം. So these are the main disadvantages of technical analysis. So that's all about an introduction to the technical analysis. Thank you so much.